삶에 다시 뜬 햇빛 어린 시절 내 꿈들의 재림 모르겠어 이 감정이 뭔지 혹시 여기도 꿈속인 건지 꿈은 사막의 푸른 신기루 കുറി എന്ന അതിമനോഹരമായ സ്ഥലം അവിടെ സുളന്ന മനോഹരമായ നഗരം മോനെ അത്രയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ വേണോ? ഓവറാണല്ലേ? എനിക്കും തോന്നി. അപ്പൊ തോണ്ടി എവിടെ ബ്ലങ്ക 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 ചെക്കുമ്പോ വായിലും കിട്ടുന്നില്ല. വിജനം പിച്ച ഒരു വീട് കാണുന്നില്ലേ? അവിടെയാണ് നമ്മുടെ കഥ നടക്കുന്നത്. ഹലോ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസിന്റെ പുതിയൊരു വ്ളോഗ് വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു നിക്കോ നിക്കോനി. അപ്പൊ ഗൈസ്, ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് വൈബില്ലേ? നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് തോന്നുന്നില്ലേ? പറ. എന്റെ അമ്മേ, പാത്രം കഴുകട നാറി. നീനെ എന്ത് നോക്കി നിക്കുവാ? ഇന്നലെ ഞാൻ കഴുകി, ഇന്ന് നീ കഴുകു. ഇന്നലെ രാവിലെ ഞാൻ കഴുകി, രാത്രി നീ കഴുകി, ഇനി നീ പോയി കഴുക. എനിക്കിന്ന് കിച്ചൺ ഡ്യൂട്ടി ഇല്ല, അതുകൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞാ പറ്റില്ല. നീ കഴുക. നിനക്കെല്ലാം വെച്ചുണ്ടാക്കി തരുന്നതും പോരാഞ്ഞിട്ട് ഇനി ആ പാത്രം കൂടെ ഞാൻ കഴുകണമെന്ന് എന്റെ പട്ടി കഴുകും. എന്നോട് കഴുകാൻ പറയരുത്. പാത്രം കഴുകട നാറി. ഈ നായിന്റെ മക്കൾക്ക് വേറെ പണിയൊന്നുമില്ലേ മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്? അന്നാ നിന്റെ അപ്പനോട് ഞാൻ പോയി പറയാം. അങ്ങേർക്ക് വീട്ടിലെ പണി തന്നെ ചെയ്യാൻ സമയമില്ല. അപ്പോഴാ നിനക്കൊന്നും ഒരു മനസാക്ഷിയില്ലേ? എന്നെ ഒന്ന് സഹായിച്ചൂടെ? എന്തോ അവിടെ മനുഷ്യൻ ഇവിടെ രാത്രി മൊത്തം തൊണ്ട പൊട്ടി പാടിയിട്ട് ഒന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോ അതിനൊന്നും നിങ്ങൾ സമ്മതിക്കില്ലല്ലേ? അതിന് നിന്നോട് എഴുന്നേറ്റ് വരാൻ ആരെങ്കിലും പറഞ്ഞോ? നിങ്ങൾ മോർണിംഗ് തന്നെ മോട്ടർ ഓപ്പൺ ചെയ്തോണ്ടില്ല, ഞങ്ങൾ എങ്ങനെ സ്ലീപ്പ് പോകും? സോറി, റോങ് നമ്പർ. വാട്ട്? മാം, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. പ്ലീസ്. കൂട്ടിനിക്കറിട്ട് വന്നിരിക്കാ കേരളവി. നിനക്കിപ്പോ സമാധാനമായല്ലോ? രാവിലെ തന്നെ ഒരു പെണ്ണിന്റെ വായിരിക്കുന്ന കേൾപ്പിച്ചെന്നപ്പോ പെണ്ണെന്നോ? കേളവിന്ന് പറ. കുട്ടിനിക്കറിട്ട് വന്നാലേ ടീനേജർ ആവൂല. അത് 10-16 കൊല്ലം മുമ്പ്. മാസത്തിലാകെ വരുന്നത് 1-2 പേരാ. അതിനെല്ലാം കൂടെ നീയൊക്കെ ഓടിച്ചു വിടുവോ? അല്ലയ്യ, ഞാനോ? എന്റെ കയ്യകലത്തൊന്നും മാറി നിന്നോ, അതാ നിനക്ക് എല്ലാം കൊണ്ടും നല്ലത്. അല്ല, നിനക്കൊന്ന് പോവണ്ടേ? ഓ, ഞാനൊന്നുമില്ല. അതെയല്ലേ, വല്ലപ്പോഴും കിട്ടുന്ന ഷൂട്ടാ, അതും കൊണ്ടേ കളയോ? ഞാനെങ്ങുമില്ല. അവര് ജോക്കിയുടെ മോഡലായിട്ടാണ് വിളിച്ചത്. ആ ബെസ്റ്റ്. അല്ലേലും നിനക്ക് ഇതൊക്കെ തന്നെയല്ലേ കിട്ടൂ. അതല്ല, ജൂഡ് എന്തേടാ? അവനോ? അവൻ അടുക്കളയിലുണ്ട്. അവൻ എവിടെ ഉണ്ടെന്ന്? അടുക്കളയില്. ഞാൻ നിന്നോട് എന്ത് തെറ്റാടാ ചെയ്ത്? അതെന്നാടാ നീ അങ്ങനെ ചോദിച്ചേ? അറിയാൻ പാടില്ലാഞ്ഞിട്ട് ചോദിക്കുക. നീ എന്റെ കാലനാണോടാ? എന്റെ പൊന്നു കർത്താവേ, ശത്രുക്കൾക്ക് പോലും ഈ ഒരു ഗതി വരുത്തരുത്. നിന്നോട് ആരാടാ പറഞ്ഞ അടുക്കളയിൽ കയറാൻ? ഞാനല്ല. എന്താണ്? ചെറുതായിട്ടൊരു കയ്യബദ്ധം, ക്ഷമിക്കണം. ഞാനൊരു 101 വട്ടം പറഞ്ഞതാ ഈ നായിന്റെ മോനോട്, ഞാനില്ലാന്ന്. കേട്ടില്ല. ഞാൻ വൈകിട്ട് വരുമ്പോ ഈ പൊട്ടിച്ച ഡിന്നർ സെറ്റിന് പകരം പുതിയ സെറ്റ് ഇവിടെ എത്തിയില്ലെങ്കിൽ രണ്ടിനും ഞാൻ എയറിലിട്ട് അടിക്കും. എടാ, എന്റെ കയ്യിൽ 5 പൈസ ഇല്ലെന്ന് നിനക്കറിയാലോ. അതൊന്നും എനിക്ക് അറിയണ്ട. സാരമില്ലടാ, ഇതിന്റെ വള്ളി നിക്കറി വിട്ടിട്ടായാലും ഞാൻ വാങ്ങിത്തരും.
എടാ എനിക്ക് അങ്ങനത്തെ സാധനമേ ഇല്ല. ആൽബി, ജൂഡെ, ഞാൻ നിങ്ങൾക്ക് 10 മിനിറ്റ് സമയം തരും. അതിനു മുന്നേ എന്റെ കൺമുന്നിന്ന് പോയ രണ്ടിനും ജീവനെങ്കിലും ബാക്കിയുണ്ടാവും. A few moments later. ഇനി ഞാൻ എന്ത് തേങ്ങ എടുത്തിട്ടാ ഈ കണ്ട പാത്രം മുഴുവൻ വാങ്ങുന്നേ? അവന്റെ വള്ളിൽ നിന്നൊക്കെ നോക്കിയിട്ട് കാര്യമില്ല, കാരണം അവനതില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യും? കിട്ടിപ്പോയി. An hour later. ആടാ അബി, പറ. എടാ അത് നീ ഒന്ന് സ്റ്റേഷൻ വരെ വരണം, അത്യാവശ്യമാണ്. എന്താടാ കാര്യം? അതെന്താന്ന് വെച്ചാ ജൂഡെ, എടാ ജൂഡെ, നീ എവിടെയാ? എന്താടാ? എടാ നീ വന്നേ, നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോണം. അവിടെ എന്താടാ? നിനക്ക് പരിപാടി ഉണ്ടെന്ന് പറഞ്ഞത് അവിടെയാണോ? അല്ലടാ, എന്റെ അമ്മാമ്മയുടെ പെറ്റി കിടക്ക്. നീ ഒന്ന് വാ, നമുക്ക് കണ്ടേച്ചും വരാം. ആണോ? ഒരു മിനിറ്റ്. നീ ഇത് എങ്ങോട്ടാടാ? അല്ല, അമ്മായിയമ്മ പെറ്റി കൊടുക്കുവാന്നല്ലേ പറഞ്ഞേ? കയ്യും വീശി എങ്ങനെയാടാ പോകുന്നേ? വല്ലോ മേടിച്ചോണ്ട് പോകണ്ടേ കൊടുക്കാൻ? കർത്താവേ, എനിക്കിതൊക്കെ ക്ഷമിക്കാൻ ശക്തി തരണേ. നീ എന്തുവാടാ ആലോചിച്ച് നിൽക്കുന്നേ? നമുക്ക് പോകണ്ടേ? പിന്നെ പോവണ്ടേ? ഞാനേ എന്റെ കാർ എടുക്കാം, നമുക്കതിൽ പോവാം. ഒരു സ്റ്റാൻഡേർഡൊക്കെ തോന്നട്ടെ. ആ ബെസ്റ്റ്. ഈ പേടകത്തിൽ പോയാൽ ഇന്നാവൂല, ഒരു മാസം കഴിഞ്ഞിട്ടാവും അവിടെ എത്തുക. നീ എന്താണ് എന്റെ വണ്ടിയെ പറ്റി പറഞ്ഞേ? ബ്രേക്ക് ചെറിയൊരു പ്രോബ്ലം, ഹോണടിക്കുമ്പോ സൗണ്ട് കേൾക്കില്ല, ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ, പിന്നെ ഡോർ തുറക്കാനും അടയ്ക്കാനും ചെറിയൊരു ബുദ്ധിമുട്ട്. ഇത്രയും പ്രശ്നമല്ലാതെ എന്റെ വണ്ടിക്ക് ഞാൻ നോക്കിയിട്ട് വേറെ ഒരു പ്രശ്നവും കാണുന്നില്ല. നീ ഇന്നൊരു കാര്യം ചെയ്, ആ ടയർ ഇങ്ങ് ഊരിയെടുക്ക്, നമുക്കത് ഉരുട്ടിയും കൊണ്ട് പോകാം. എടാ പൊട്ട, കീ ഇല്ലാതെ എങ്ങനെയാടാ ഉരുട്ടിക്കൊണ്ട് പോകുന്നേ? ഇനി അവിടെ എത്തുന്ന വരെ മിണ്ടരുത് നീ. എടാ അബി, എന്താ പ്രശ്നം? എടാ അത് പിന്നെ ശരിയേ. സ്റ്റേഷനിലെ പാമ്പെല്ലാം ഇപ്പോ പേര് വിളിക്കാനും തുടങ്ങിയോ? എടാ പട്ടികളെ, ഇത് ഞാനാ, തിരിഞ്ഞു നോക്ക്. നിനക്കിത് എന്താ പറ്റി? ഇത് നിന്റെ ഫ്രണ്ട് അല്ലേ ആൽവി? അതല്ല, ഇവനെന്താണ് ഇതിന്റെ അകത്തിരിക്കുന്നത്? ഇനി നിങ്ങൾക്ക് ആള് വല്ലതും മാറിയോ? ഞങ്ങൾക്ക് ആള് മാറിയിട്ടൊന്നുമില്ല, മുക്കുവണ്ടം നിൽക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റ് ചെയ്തതാ. മുക്കുപണ്ടോ? നീ എന്റെ ഫ്രണ്ട് ആയതുകൊണ്ടോ അവൻ നിന്റെ ഫ്രണ്ട് ആയതുകൊണ്ടോ ആ ഒറ്റ കാരണത്താലും ഞാൻ വെറുതെ വിടുക. വിളിച്ചോണ്ട് പോവാൻ നോക്ക്. എടാ അലവലാതി, നീ തറയാണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ നീ ഇത്ര വലിയ കൂതറയാണെന്ന് ഞാൻ അറിഞ്ഞില്ലടാ. നിന്നെയാണല്ലോ ഞാൻ ഇത്രയും നാൾ എന്റെ കൂടെ കൊണ്ടു നടന്നത്. എടാ അതങ്ങനെയല്ല. അതെ അതെ, വളരെ മ്ലേച്ഛകരം. നീ മിണ്ടത്, ഇതിനൊക്കത്തിനും കാരണം നീ മാത്രമാണ്. ആ, നീ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്റെ മെത്തേക്കിടുവാണല്ലേ? സമ്മതിക്ക മാട്ടെ, നീ പോടാ. എടാ തെണ്ടി, വീട്ടിലൊരു സാധനം കൊണ്ടുവച്ചില്ല, അറ്റ്ലീസ്റ്റ് അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് വീട്ടിലുള്ള ആൾക്കാരുടെ അടുക്കൽ പറയണം. Flashback. ദൈവമേ, ആ ഡയറക്ടർ തണ്ടി ഇവിടെ ഒന്നും ഉണ്ടാവരുതേ. ഐസ്, ഇതൊന്നും കാണുന്നില്ലല്ലോ. ഇതൊന്നും ക്യാപ്പോ? എന്തായാലും കിട്ടിയതില്ലേ, വെച്ചേക്കാം. നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഇവനിവിടെ ഉണ്ടായിരുന്നോ? അത് പിന്നെ നീ രാവിലെ വീഡിയോ എടുത്തില്ലായിരുന്നോ യൂട്യൂബിലിടാൻ വേണ്ടി? അതിന് എഡിറ്റിങ്ങിന്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അല്ല, ആകെയുള്ള 3-5 സബ്സ്ക്രൈബർ പോവാൻ നോക്കട്ടല്ലേ? എന്നാന്ന്? അല്ല, എന്തെങ്കിലും ഹെൽപ്പ്. തൽക്കാലം അത് വേണ്ട. അങ്ങേര് 2 സീൻ ശരിയാക്കാൻ തന്നിട്ടുണ്ട്, അത് നോക്കുവാ ഞാൻ. നീ അസിസ്റ്റന്റ് ഡയറക്ടർ പണി വിട്ടിട്ട് ഡയറക്ഷൻ നോക്കിക്കൂടെ?
വെറുതെ എന്തിനാ അങ്ങേരെ തെറി കേട്ടോണ്ടിരിക്കുന്നത്? കാശ് നിന്റെ അപ്പം തരുമോ? എടാ, പുരാതന വസ്തു ആരും വാങ്ങില്ല എന്നറിയാലോ, ഇല്ലെങ്കിൽ ഞാൻ എന്നെ കൊണ്ട് വിറ്റേനെ. അതും ശരിയാണ്. എടാ, നീ ഇതിനൊരു സോങ് നോക്കിക്കേ, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാം. പിന്നെ ഞാൻ ഇപ്പൊ നോക്കിത്തരാം, നീ പോയിട്ട് വാ. ഹായ് ചോക്കി. വേണ്ട, ഷൂട്ടിന്റെ കാര്യം ഓർമ്മ വരുന്നു. അല്ല, ഇതെന്താ ഗോൾഡോ? അതും ഇവന്റെ കയ്യിലോ? തൽക്കാലം ഇതെടുക്കാം, പൈസ കിട്ടുമ്പോ തിരിച്ചിട്ട് കൊടുക്കാം. ഡാ, കിട്ടിയോ? പിന്നെ കിട്ടാതിരിക്കോ? ഞാനല്ലേ. ആ, എന്നാ ഏതാ? എടാ, മറ്റേ ആ പാട്ടില്ലേ, കട്ടിപ്പൊടി കട്ടിപ്പൊടിയിടാ കണ്ണാടാ കണ്ടുപടി കട്ടിപ്പൊടിയിടാ. ഫ, നാറി, ഇറങ്ങിപ്പോടാ. ഓ, അല്ലേലും നമ്മള് പോവാണേ, നമ്മുടെ പാട്ടൊന്നും ആർക്കും പിടിക്കൂലല്ലോ. End of flashback. എടാ കാട്ട് കള്ള, അപ്പൊ നീയാണല്ലേ ഞാൻ ഷൂട്ടിന് വേണ്ടി വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം അടിച്ചോണ്ട് പോണത്? അതെ, ചെറിയൊരു കയ്യബദ്ധം. മിണ്ടരുത്, മനുഷ്യനെ നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലോ രണ്ടിനും. എടാ, ഒരബദ്ധം പറ്റിയതല്ലേ. ഇങ്ങനെ അബദ്ധം മാത്രം പറ്റുന്ന രണ്ട് കിഴങ്ങന്മാരാണല്ലോ കർത്താവെ നീ എനിക്ക് തന്നത്. എന്ത് ചെയ്യാനാ, ജന്മനാ പൊട്ടനായിട്ടാ ജനിച്ചത്. അതാ പൊട്ടന്റെ തെറ്റല്ലല്ലോ. അതെ അതെ, ഞങ്ങളുടെ തെറ്റല്ല. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ല അടിപൊളി ജ്യൂസ് ആക്കിയിട്ടുണ്ട്, കുടിച്ചോ. എടാ, നീ ഓറഞ്ചിന് വരെ കയ്പൊക്കെ വല്ലവടെ എടുത്തിട്ടത്, കഴിച്ചിട്ട് വരാം. നിന്നോടല്ലട തെണ്ടി ഞാൻ അടുക്കള കയറുതെന്ന് പറഞ്ഞത്. പിന്നെ വിശക്കുമ്പോ വായി തിന്നോണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കൂടെ കുറച്ച് വെള്ളം കൂടെ കുടിക്കണേ, ഇല്ലെങ്കിൽ തൊണ്ടേ കുടുങ്ങും. ഇല്ലടാ, ഉത്തരത്ത് തൂങ്ങും. ഞാനൊരു ഐഡിയ പറയാം. നമുക്ക് പുതിയൊരു ഷെഫിനെ വെക്കാം. അതാവുമ്പോ നമുക്ക് നല്ല ഫുഡും കഴിക്കാം, വരുന്ന ഗസ്റ്റിനും കഴിക്കാം. അയാൾക്ക് സാലറി നിന്റെ അപ്പം കൊടുക്കുവോ? അതിന് സാലറി ആര് കൊടുക്കുന്നു? എന്നിട്ട് വേണം അയാളെ പറ്റിച്ചെന്ന് പറഞ്ഞ അങ്ങേര് നമ്മളെടുത്തിട്ട് അടിക്കാൻ. എടാ, അങ്ങനെയല്ല, അയാൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യവും ഫുഡും കൊടുത്താ പോരെ? എടാ ചൂടി, നിനക്ക് ഇത്രയ്ക്കും ബുദ്ധി ഉണ്ടായിരുന്നു? ഇതെല്ലാം എവിടെ കൊണ്ട് വെച്ചിരുന്നടാ? നിനക്ക് എന്നെ പറ്റി എന്തറിയാനാ? എന്തായാലും ഐഡിയ കൊള്ളാം. നാളെ തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരാൻ പറ. ആ ചോട്ടുവിന്റെ അടുത്ത് കാര്യം പറഞ്ഞാ മതി, അവനാവുമ്പോ എത്തിക്കേണ്ട ആളടുത്ത് തന്നെ എത്തിച്ചോളും. എടാ ചോട്ടു, എന്താ ചേട്ടാ?